കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ചെയ്ത കുറ്റം എന്താണ്? ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റാൻ ഉത്തരവിട്ടു. ഭരണഘടനയിൽ എങ്ങും പറയാത്തൊരു കാര്യം സർവകലാശാലയുടെ ഹാളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉത്തരവിന്റെ കാതൽ. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ ആരാധിക്കുന്നത് RSSകാരാണ്. ഹിന്ദുത്വയുടെ ആരാധനാമൂർത്തിയാണ് സിംഹവും കാവിക്കൊടിയും അപൂർണമായ ഭൂപടമുള്ള ചിത്രം. മതപരമായ ചടങ്ങുകൾക്ക് സർവകലാശാല ഹാളിൽ വിലക്കുണ്ട്. ഇതിന് ആരാണ് മറുപടി പറയേണ്ടത്? അത് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലാണ്. ആരാണ് ഈ വൈസ് ചാൻസലർ? സർക്കാർ നൽകിയ പട്ടിക തള്ളി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച VC പറയുന്നത് രജിസ്ട്രാർ ഗവർണറെ അപമാനിച്ചു എന്നാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും കാവിക്കൊടി ഏന്തിയ ചിത്രം എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇത് ഗവർണറോടുള്ള അവഹേളനമാണ്, അതിനാൽ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ? ഇല്ല, അത് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ് ആണെന്നാണ് സർവകലാശാല ഭരണഘടനയിൽ പറയുന്നത്. രജിസ്ട്രാർക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് സിൻഡിക്കേറ്റ്. ഇത് ഇടതുപക്ഷ ഭരണത്തിലെ സിൻഡിക്കേറ്റും ഇക്കാലത്ത് നിയമിച്ച രജിസ്ട്രാറും എന്ന് കാണേണ്ടതില്ല. ജനാധിപത്യം സർക്കാരിന് നൽകുന്ന അധികാരം ഉപയോഗിച്ച് നടത്തിയ നിയമനങ്ങളാണ്. എന്നാൽ VCയുടെ നിയമനം മാത്രമല്ല, VC നടത്തുന്ന നടപടികളും ജനാധിപത്യ വിരുദ്ധമാണ്.